ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസ് വളരെ രീതിയിൽ കൂടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഡൊമസ്റ്റിക് വയലൻസ്, അതിൻ്റെ തന്നെ ഏറ്റവും കൂടുതൽ മലയാളിയായിട്ടുള്ള ആൾക്കാരാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റീസെൻ്റായി വന്നിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ മലയാളിയായിട്ടുള്ളൊരു യുവാവ് പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ടു എന്നുള്ളതാണ്. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളതൊന്നും പുറത്ത് വന്നിട്ടില്ല. ഇപ്പോൾ റീസൺ എന്തായാലും തന്നെയാണെങ്കിലും മരണപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതലായിട്ട് ഇപ്പോൾ റെക്കോർഡ് ചെയ്യപ്പെടുന്ന കേസെന്ന് പറഞ്ഞാൽ വീട്ടിലെ വഴക്ക് തന്നെയാണ്. ഞാൻ നേരത്തെ ഒരു ചാനലിലും പറഞ്ഞിട്ടുള്ളതാണ്. മാക്സിമം നിങ്ങൾ വീടുകളിൽ വഴക്കുണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ വീടാകുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ട് തട്ടിലും മുട്ടലും ഇതെല്ലാം ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ. അത് അങ്ങനെയാണ് കുടുംബ ബന്ധം. പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പോൾ ഒരാൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരാൾ പെട്ടെന്ന് നിർത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കാരണം നമ്മളെപ്പോഴും വഴക്കുണ്ടാവും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ നാടല്ല. നമ്മളെപ്പോഴും അത് മനസ്സിലാക്കുക. എല്ലായിടത്തും നമ്മുടെ നാട് വഴി എല്ലായിടത്തും നിയമം വളരെ ശക്തമാണ്. യൂറോപ്യൻ കൺട്രീസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നോർത്ത് അമേരിക്ക ആണെങ്കിലും ഇവിടെ എല്ലായിടത്തും തന്നെയാണെങ്കിലും നിയമം വളരെ ശക്തമാണ്. ഗൾഫ് കൺട്രീസ് എല്ലായിടത്തും തന്നെ. അപ്പോൾ നിങ്ങളിത് പ്രത്യേകം ആലോചിക്കുക. ഞാൻ വഴക്കിടുന്നത് ഇപ്പോൾ നമ്മുടെ രാജ്യത്തല്ല. നമ്മൾ പ്രത്യേകം ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ വഴക്കിടാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ ചെറിയ രീതിയിൽ വഴക്കിട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തീർക്കും. അല്ലെങ്കിൽ വഴക്കിടാൻ നോക്കത്തില്ല. ഇൻ കേസ് നിങ്ങൾ വഴക്കിടുകയാണെന്നുണ്ടെങ്കിൽ ഒരാളങ്ങ് നിർത്തിയേക്കുക. ഒരാൾ നിർത്തിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. അടുത്ത ആൾ കുറച്ച് നേരം പറഞ്ഞിട്ട് അങ്ങ് നിർത്തിക്കോളൂ. രണ്ടുപേരുടെ അയക്കുമ്പോഴത്തേക്കും വലിയ ശബ്ദമാവും. ഇപ്പോൾ 2 നില വീടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ താഴെയുള്ള ആളായിരിക്കും വരും. ഇപ്പം പോലീസിനെ വിളിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ അടുത്ത അയൽവക്കത്തുള്ള ആളായിരിക്കും. ചിലപ്പോൾ അയൽവക്കത്തുള്ള മലയാളികളായിരിക്കും വിളിച്ച് പറയുന്നത്. നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ വീട്ടിൽ പോലീസ് വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ഒരുമിച്ചായിരിക്കും. നിങ്ങളുടെ വഴക്കെല്ലാം തീരും. പക്ഷേ അവർ നേരെ പോകുന്നത് വിളിച്ച് പറഞ്ഞ ആളത്തോട്ടായിരിക്കും. അവർ പറയും, ഇവിടെ വഴക്കായിരുന്നു. ഇപ്പോഴാണ് നിന്നത്. അത്രയും മതി. അപ്പോൾ നിങ്ങൾ തമ്മിൽ വഴക്കായിരുന്നു എന്നുള്ളത് മനസ്സിലായി. ഇപ്പോൾ പോലീസ് കൊണ്ടുപോകും. അതുപോലെ തന്നെ കുട്ടികളുള്ള സമയത്ത്. കുട്ടികൾ വീട്ടിലുള്ള സമയത്ത് നിങ്ങൾ വഴക്കൊന്നും ഇല്ലാതിരിക്കുക. എന്നും പറഞ്ഞ് കുട്ടികളില്ലാത്തപ്പോൾ വഴക്കുണ്ടാക്കാനല്ല ഞാനീ പറയുന്നത്. കുട്ടികളുള്ള സമയത്ത് ഇല്ലാത്തപ്പോഴാണ് എപ്പോഴും നിങ്ങൾ വഴക്കുണ്ടാക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. കാരണം കുട്ടികളുടെ മുന്നിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് പ്രശ്നമുള്ള കാര്യം. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. സ്കൂളിൽ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്നതാണ് എങ്ങനെയാണ് പേരൻറ്റ്സ് നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം ടീച്ചർമാർ ചോദിക്കുന്നതാണ് മിക്കപ്പോഴും. അത് പറയാണ്, പപ്പായും മമ്മിയും 2 ദിവസം വഴക്കായിരുന്നു. ഇന്നലെ നല്ല കൂട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ തീർന്നു. ആഴ്ചയിൽ 1 ദിവസം വഴക്കിട്ടെന്ന് പറഞ്ഞാലും മതി. ബാക്കിയുള്ള ദിവസം വളരെ കൂട്ടായെന്ന് പറഞ്ഞാലും തീർന്നു. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഫോൺ വിളിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം നമ്പരെല്ലാം കൊടുത്തിട്ടുണ്ട്. അവരോട് അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും അബ്യൂസ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം മനസ്സിലാക്കുക. നമ്മുടെ കൺട്രി അല്ല എന്നുള്ളത്, നമ്മുടെ അടുത്തെ നിയമ സാഹചര്യമല്ല മറ്റുള്ള കൺട്രികൾ നിങ്ങൾ പ്രത്യേകം ആലോചിക്കുക. അപ്പോൾ ഞാനീ പറഞ്ഞ ചെറിയ വഴക്കിട്ട് കഴിഞ്ഞാൽ അത് ഒരാൾ തുടങ്ങി ഒരാളങ്ങ് നിർത്തിയേക്കുക. നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. ഇനി അത് ഒട്ടും പറ്റുന്നില്ല, നിങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് പോവുക. നിയമപരമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇപ്പോൾ ട്രസ്റ്റും കാര്യങ്ങളും അവിടെ സഹായിക്കാനുണ്ട്. ഓക്കെ. അതും ഒരാൾക്ക് തന്നെ ഗുണമായിട്ട് പോകുന്നൊരു കാര്യത്തിലോട്ട് തന്നെ പോവുള്ളൂ. കുഴപ്പമില്ല. അത്ര സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വഴക്കിടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നാട്ടിൽ പോയി കഴിയുന്ന സമയത്ത് നിങ്ങൾ വഴക്കിടുക. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ചെറിയ രീതിയിൽ വഴക്കിടുക. ഒന്നും പ്രശ്നമുള്ള കാര്യമല്ല. നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ വഴക്കിട്ടു. പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കിട്ട് കഴിഞ്ഞാൽ നേരെ പിന്നെ പോകുന്നത് ജയിലിലോട്ടായിരിക്കും. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ആലോചിക്കുക എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം ഒരുപാട് വിഷമമുണ്ടാക്കുന്നൊരു കാര്യമാണ് ഇപ്പം നടന്നത്. ഇപ്പം അറസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് കേസിൽ തന്നെ ഒരുപാട് മലയാളികളുണ്ട്. പല പല കേസുകളിൽ തന്നെ. ഏറ്റവും കൂടുതലുള്ള ഈ പറയുന്ന ഡൊമസ്റ്റിക് വയലൻസ് വീടുകളിലെ ഉള്ള വഴക്കാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കാണ്. അതിലൊരു മരണപ്പെടുമെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാകുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളത് വീണ്ടും ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക എന്നാണ് എനിക്ക് കൂടുതലും പറയാനായിട്ടുള്ളത്. പിന്നെ മറ്റൊരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൗണ്ടിൻ്റെ റേറ്റ് വീണ്ടും കൂടി. ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ₹116 സംതിങ് ആയിട്ടുണ്ട് ഒരു പൗണ്ടിന്. വളരെ എന്താ പറയുക, സന്തോഷം തരുന്നൊരു കാര്യമാണ്. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പൈസ അയക്കുന്നവർക്ക് അത്ര സന്തോഷമുള്ള കാര്യമല്ല. അവർക്ക് സങ്കടം തരുന്നൊരു കാര്യമാണ്. സങ്കടം കൂട്ടുന്ന കാര്യമാണ്. കാരണം നേരത്തെ 115 ആയിരുന്നു. ഇപ്പം 116 ആയി. ഓക്കെ. അത് കുറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്നുള്ളവർക്ക് സന്തോഷിക്കാം. പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് നാട്ടിലോട്ട് പൈസ അയക്കുന്നവർക്ക് വളരെ രീതിയിൽ സന്തോഷം തരുന്ന കാര്യമാണ്. ഒത്തിരി പോക്കറ്റ് മണി ആയിട്ടോ അല്ലെങ്കിൽ ഇച്ചിരി കടങ്ങൾ തീർക്കാനായിട്ടോ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് അത്രയും തന്നെ കൂടുതൽ നാട്ടിലോട്ട് ചെല്ലും. വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട്, ഇപ്പം ഞാൻ അതിലും നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരുപാട് മെസ്സേജ് നിങ്ങളുടെ ഫോണിൽ വരുമായിരിക്കും. ഇപ്പോൾ ഇൻഷുറൻസിൻ്റെയാന്ന് പറഞ്ഞ് മറ്റേത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവരായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഫോൺ, ഇവിടെ നമുക്കറിയാം ഇപ്പോൾ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു ഐഫോണോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സാംസങ്ങിൻ്റെ ഒരു ഫോണോ ഒക്കെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്കറിയാം സിമ്മ് കൂട്ടിയാണ് കൂടുതലും വരാറ്. അപ്പോൾ ഈ സിമ്മ് കൂട്ടി എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. സിമ്മ് കൂട്ടി വന്ന ഫോൺ. അപ്പോൾ വന്നു കഴിയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മെയിൽ വരും. ഇങ്ങനെ വന്നിട്ടുണ്ട്, രജിസ്റ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ മാസം മാസം അടയ്ക്കുന്നതാണെങ്കിലും അല്ലാതെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൽ വരും. കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നതാണ് ഡീറ്റെയിൽസ്. അപ്പോൾ ഇങ്ങനെ വന്ന് ഒരുപാട് പേർക്ക് ഇങ്ങനെ സ്കാം മെസ്സേജ് വന്നിട്ടുള്ള വിവരങ്ങളുണ്ട്. ഇപ്പോൾ എനിക്ക് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുപോലെ കുറച്ച് ആൾക്കാർക്ക് അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. അതിപ്പം വീണ്ടും തുടരുന്നൊരു അവസരമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക.
നിങ്ങൾ ഫോൺ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ സിമ്മ് കാണും. അതിൽ നിന്ന് അതിൻ്റെ ഒരു നിങ്ങൾ എടുത്തിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലിലോട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം വെച്ച് സംഭവം വരും. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പോസ്റ്റായിട്ട് മെയിൽ വരും. ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഇതേ സംഭവം തന്നെ സ്കാമിങ് നടക്കുന്നുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഈ പറയുന്ന നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഫോണിൻ്റെ കൂടെയുള്ള സിമ്മ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നതിൽ കസ്റ്റമർ കെയർ എന്ന് പറയുന്നത് ഇന്ത്യക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. അതിൽ കസ്റ്റമർ കെയർ കയറി ചാറ്റ് ചെയ്താൽ നിങ്ങൾക്കറിയാം. കൂടുതലും ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരാണ്. ഞാനിപ്പം നമ്മുടെ ആയിട്ട് ആൾക്കാരെ കുറ്റപ്പെടുത്തി പറയല്ല. ഇതിൽ നിന്ന് ഡേറ്റ ചോരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു മെയിലിൽ നിന്ന് തന്നെ അഡീഷണൽ ആയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വെച്ച് അവരിങ്ങനെ മെയിൽ വിട്ടിരിക്കുന്നു. അപ്പം ഞാനിങ്ങനെ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുന്നതിനകത്ത് ഞാൻ ഓൾറെഡി ഒരു മാസം മുന്നേ അടച്ചു. അടച്ചു കഴിഞ്ഞ് വീണ്ടും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ട് ഇത്രയും പെർസെൻറ്റേജ്. അതായത് നമ്മളിപ്പോൾ സിം എടുത്തിട്ടുണ്ടല്ലോ, സിമ്മിന് ഇത്രയും ശതമാനം നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റീചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാസം ചെയ്യുന്ന എമൗണ്ട് നിങ്ങൾക്ക് കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് പക്ഷേ അങ്ങോട്ട് അത്ര കത്തിയില്ല. അതങ്ങോട്ട് അങ്ങനെ വരാൻ വഴിയില്ല. കാരണം എടുത്തിട്ട് ഇതുവരെയായിട്ടും അങ്ങനെ വന്നിട്ടില്ല. ഇപ്പോൾ ഫോൺ എടുത്ത് 5 മാസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ മെയിൽ വരുന്നത്. അപ്പം ഞാൻ ഉടനെ കസ്റ്റമർ കെയർ കയറി. കസ്റ്റമർ കെയർ കയറി ഞാനിങ്ങനെ ചാറ്റ് ചെയ്ത് ഞാൻ ചോദിച്ചു. അപ്പം ഞാൻ ചാറ്റ് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്, എന്താ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല. മനസ്സിലായോ? കറക്റ്റ് നമ്മുടെ ആ കമ്പനിയുടെ എങ്ങനെയാണോ മെയിൽ വരുന്നത് അതേ സാധനം തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ടെസ്കോ മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്കോ മൊബൈൽ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വരുന്ന സംഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ഉണ്ട്, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ കസ്റ്റമർ കെയറായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. അല്ലാത്ത പക്ഷം അതിൻ്റെ അകത്ത് റീചാർജ് ഓപ്ഷൻ ഉണ്ട്. ആ റീചാർജ് ഞെക്കി കഴിഞ്ഞ് അതിൻ്റെ സംഭവത്തിൽ OTP വരും മെയിലിലോട്ട്. ആ മെയിലിൽ OTP വന്ന് നിങ്ങളത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് മുഴുവൻ അവർ എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എനിക്കതിൻ്റെ പോസ്റ്റ് മെയിൽ വരെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ നേരത്തെ ഒരു ചാനലിൽ, പണ്ടത്തെ ഒരു ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ വീഡിയോ. അപ്പോൾ പോസ്റ്റ് മെയിൽ വരെ എനിക്ക് വന്നു, ഇത്ര ഡൗൺ പേയ്മെൻറ്റ് ആണ്, ഇത്രയാണ്. അതെല്ലാം കറക്റ്റ് കാര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു മാറ്റവും ഇല്ല. അതിനകത്ത് ഒരു കാര്യവും ഒന്നും വ്യത്യസ്തമായിട്ട് പറഞ്ഞിട്ടില്ല. എല്ലാം കറക്റ്റ്. അതിനകത്ത് അവർ പറഞ്ഞിരിക്കുകയാണ് ഇത്ര എമൗണ്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഡിസ്കൗണ്ട് ഉണ്ട് എന്നും പറയും. അതങ്ങനെ പോയി. ഓക്കെ, ഞാനത് ഒന്നും ചെയ്യാതെ അങ്ങ് വിട്ടു. അത് കഴിഞ്ഞപ്പോൾ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തത് നിങ്ങളുടെ മാസത്തിലുള്ള പേയ്മെൻറ്റ് പെൻഡിങ് ആണെന്ന് പറഞ്ഞ് അടുത്തത് വന്നിട്ട് അതും എനിക്ക് ഇതുപോലെ പോസ്റ്റ് മെയിൽ വന്നു, എല്ലാം ഉണ്ട്. അതിൻ്റെ അകത്ത് ഇങ്ങനെ സ്കാൻ ചെയ്യുക, പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, സ്കാൻ ചെയ്യുക. നിങ്ങൾ ഇതിനകത്ത് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലിങ്ക് ഉണ്ട്. ആ ലിങ്കിനകത്തോട്ട് കയറിയിട്ട് നിങ്ങൾ പേയ്മെൻറ്റ്, അത് ലിങ്ക് സ്കാൻ ചെയ്തിട്ട് ആ ലിങ്കിൽ കയറുമ്പോൾ തന്നെ നമ്മുടെ പൈസ എല്ലാം പോകും. അപ്പോൾ അങ്ങനെ വീണ്ടും അതേ സാധനം തന്നെ എനിക്ക് മെയിലും വന്നു. അപ്പം ഇതിൻ്റെ അകത്ത് കൂടുതലും വർക്ക് ചെയ്യുന്ന ഇന്ത്യക്കാരുടെ ആൾക്കാരാണ് ഈ കസ്റ്റമർ കെയറിൽ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഡേറ്റാസ് ചോരുന്നതാണ്. ഞാനിപ്പോൾ കുറ്റപ്പെടുത്തി പറയില്ല, ഡേറ്റാസ് ചോരുന്നതാണോ എന്ന് എനിക്കൊരു സംശയം. ഞാൻ അതേ ഇന്ത്യക്കാരായിട്ടുള്ള ഒരു ഭൈരവി അങ്ങനെ ഒന്നൊരു കുട്ടിയാണ്. ആ കുട്ടി ഞാൻ ഇങ്ങനെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളറിയാം ഇതിങ്ങനെ പുറത്ത് പോയിട്ടുണ്ടല്ലോ, എങ്ങനെ ഇത് പുറത്ത് പോകുന്നു എന്നുള്ള കാര്യം. കാരണം ഇതേ സാധനം തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ആൾ എനിക്ക് മെസ്സേജ് ഇട്ടേക്കുന്നത്. ഇതേ സാധനം തന്നെ, ഒന്നും മാറ്റമില്ല. അത് ഈ പറഞ്ഞിരിക്കുന്ന ആളും എനിക്ക് അതിൽ വന്നിരിക്കുന്ന ആളും ഒരു ഇന്ത്യക്കാരായിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് വളരെ രീതിയിൽ എനിക്കൊരു സംശയം തോന്നിയുകൊണ്ട് ഞാനിങ്ങനെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല സാർ. ചിലപ്പം ആ കുട്ടിക്കെന്ന് അറിയില്ല, 100 ആയിരക്കണക്കിന് ആൾക്കാരുള്ളിടത്ത്, കസ്റ്റമർ കെയർ വർക്ക് ചെയ്യുന്ന കുട്ടികളുടെ അടുത്ത് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത്രയും അറിയാവുന്നൊരു കാര്യമില്ല. പക്ഷേ എങ്ങനെയോ ഡേറ്റാസ് ഇത് ചോരുന്നു. ഈ പറഞ്ഞിരിക്കുന്ന ആൾ, കസ്റ്റമർ കെയർ ഉള്ള ആൾ, ഈ വന്നിരിക്കുന്ന ഫ്രോഡ് മെസ്സേജ് വന്നിരിക്കുന്ന ആളിൻ്റെ ഓണറും, ഇതെല്ലാം പേര് നോക്കുമ്പോൾ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ. ഓക്കെ, അപ്പോൾ നിങ്ങളത് മാക്സിമം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവിടെ തന്നെയുള്ള ആൾക്കാരുടെ തന്നെ സ്കാമുണ്ട്. പല രാജ്യത്ത് വന്നിരിക്കുന്ന ആൾക്കാർ, ആഫ്രിക്കക്കാരുടെ, മറ്റേതായിട്ട് ഇൻഷുറൻസിൻ്റെയും മറ്റേതിൻ്റെ എല്ലാം സ്കാമുകളുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും OTP GTP എന്ന് പറഞ്ഞ് പല സാധനങ്ങൾ നിങ്ങളുടെ മുകളിലോട്ട് വരും. അതെടുത്ത് നിങ്ങൾ OTP കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് എല്ലാം അവിടെ അടിച്ചുകൊണ്ട് പോകും. അടിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ പോലീസൊന്നും അതിൻ്റെ പുറകെ പോകത്തുമില്ല. അത് ഇൻ കേസ് പോയി കഴിഞ്ഞാൽ കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം, ലോട്ടറി പോലെയാണ്. അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻ കേസ് ഞാൻ ഈ പറഞ്ഞ പോലെ സംഭവങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. അങ്ങനെ സംഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് പ്രത്യേകം പറയുക, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തുള്ളവരോട് നിങ്ങളത് പ്രത്യേകം പറയുക. കാരണം ഇങ്ങനെ അനുഭവങ്ങൾ കുറേ ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരു കാരണവശാലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് OTP GTP ഒന്നും നിങ്ങൾ കൊടുക്കാനായിട്ട് നിൽക്കരുത്. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. OTP ഒന്നിൻ്റെയും വന്നു കഴിഞ്ഞാലും കൊടുക്കരുത്. ഇപ്പോൾ ബാങ്കിൻ്റെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഇൻഷുറൻസ് എടുത്തിട്ട് കാണും. ഇതേ സംഭവം തന്നെ ഇൻഷുറൻസിൻ്റെ വന്നിരിക്കുന്നതിന് എന്നോട് 1-2 പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷുറൻസിൻ്റെ ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഫോണിൻ്റെ PMAയുടെ സംഭവം വെച്ചിട്ടാണെങ്കിലും പല രീതിയിലും നിങ്ങൾക്ക് വരും. അതേ സംഭവം തന്നെയായിരിക്കും വരുന്നത്. അതേ അവരുടെ ID, എല്ലാം ലോഗോ, ഇതെല്ലാം കറക്റ്റ് വെച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾക്ക്
നമ്മൾ നമ്മൾ തോന്നത്തേയില്ല ഇത് ഫ്രോഡാണെന്ന് തോന്നത്തില്ല. അപ്പം എനിക്കങ്ങനെ ഡൗട്ട് അടിച്ചുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, കസ്റ്റമർ കെയറിൽ അതിപ്പോൾ കയറി കോൺടാക്ട് ചെയ്തത്. ഇതിപ്പം അങ്ങനത്തെ രീതിയിലല്ല. ഇപ്പം എനിക്ക് ഇപ്പം പേയ്മെൻറ്റ് പെൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം വിശ്വസിച്ച് എന്ത് ചെയ്യും, ആ ലിങ്കിൽ കയറി ഞാൻ കയറും, ഉടനെ ക്ലിക്ക് ചെയ്യും, എൻ്റെ പൈസയും പോകും, എല്ലാം പോകും. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് നിങ്ങൾ എപ്പോഴും അത് ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടോ ഉടനെ നിങ്ങൾ കസ്റ്റമർ കെയറായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ പ്രശ്നം നിങ്ങൾ മാക്സിമം അത് സോൾവ് ചെയ്യാനായിട്ട് നോക്കുക. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങളത് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകമായിട്ടും ആലോചിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതേക്കും ബൈ.